അയ്യോ മഹാദേവ, എന്നെ വിട്. ഒരു ദുഷ്ടചിന്തയും ഇല്ലാത്ത കുടുംബം നമ്മുടേത്. ഞങ്ങള് വേറെ നിങ്ങൾ വേറെ ആയിട്ടും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ചല്ലേ നിന്നിട്ടുള്ളത്. ഇപ്പൊ അതേ മക്കളുടെ കാര്യത്തിൽ തന്നെ നമ്മുടെയൊക്കെ സമാധാനം വരെ നഷ്ടപ്പെട്ടിരിക്കല്ലേ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല അമ്മേ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്ന് പറഞ്ഞിങ്ങനെ പ്രശ്നങ്ങൾ വരിക. കല്യാണം നമ്മൾ നടത്താൻ തീരുമാനിച്ചു, പക്ഷെ അതുപോലും പ്രശ്നമായി തന്നെ മാറിയില്ലേ. അതിനുശേഷം എല്ലാം ശരിയാവുമെന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചില്ലേ. പക്ഷെ തൃശ്ശൂലാണെങ്കിൽ ഇപ്പോ ഈ അവസ്ഥയിലുമായി. അളിയനും ഇല്ല, ചേച്ചിയും ഇല്ല. ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? പറയാമേ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇതിനൊക്കെ എന്ത് പരിഹാരം ഉള്ളത്? നമ്മുടെ കയ്യിലൊന്നുമില്ല മോളെ. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. അവൻ കരുണ കാണിച്ച നമ്മുടെ വീട് രക്ഷപ്പെടും. അമ്മ, എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. ഞാനൊന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അല്ല, ഈ സമയത്ത് പോവാണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലോ? കൺമുന്നിൽ സന്തോഷത്തോടെ നടന്നിരുന്ന മകൻ ഇപ്പതാ അവന്റെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. അവന്റെ ജീവൻ രക്ഷിക്കാതെ കാണുക പോലും ചെയ്യാത്ത ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ പറ്റി ചിന്തിക്കാൻ പോലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാം. മതി, ഒരു മിനിറ്റ്. ഞങ്ങളും വരാം. എല്ലാവരും ഒരേ മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അയ്യോ, വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്താ കാര്യം? ദൈവം ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെടുമെന്നാണോ? ഗോവിന്ദ, ഇത് നമ്മുടെ വിശ്വാസം. നീ അതിൽ തലയിടൊന്നും വേണ്ട. ഇങ്ങോട്ട് വന്നേ, എന്നെ ഒന്ന് പിടിച്ചേ. പിടിക്കടാ. നമ്മളെല്ലാരും കൂടെ പോയാ തൃശ്ശൂരിനെ പിന്നെ ആരാ നോക്കുക? എന്തു പറ്റി? എല്ലാരും ഇങ്ങോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അതെ മോളെ, അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. ശിവാനി എവിടെ? അത് പിന്നെ അവളും അമ്പലത്തിലേക്കാ പോയത്. അത് കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ടല്ലോ. അല്ല മോളെ, നീ ഈ സമയത്ത് തൃശ്ശൂലിനടുത്തിരിക്കാതെ ദൈവത്തിനടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ പറഞ്ഞില്ലേ, സമാധാനായിട്ട് പോയിട്ട് വാ. ഇപ്പൊ ഇവിടെ എല്ലാവരും ഉള്ളതിനേക്കാൾ തൃശ്ശൂലിന് ദൈവാനുഗ്രഹമാണ് വേണ്ടത്. നിങ്ങൾ പോയിട്ട് വാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളെ വിവരം അറിയിക്കാം. ഞാൻ നിങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞില്ലേ? സമാധാനായിട്ട് പോയിട്ട് വാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ വിളിച്ചറിയിക്കാം. ആയിക്കോട്ടെ. മധു, നടക്കും മോളെ. ചെല്ല് ചെല്ല്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ആ ദൈവം അനുഗ്രഹിച്ചാലും തൃശ്ശൂലിനി ജീവനോടെ തിരിച്ചു വരില്ല. ഇനി ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയും അല്പസമയത്തിനുള്ളിൽ തൃശ്ശൂലിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും. വീട്ടുകാരെല്ലാവരും നിലവിളിച്ചവനെ അടക്കം ചെയ്യും. അവിടം തൊട്ട് എന്റെ കളികൾ തുടങ്ങും. അതുവരെയും ഞാൻ സമാധാനമായിട്ടിരിക്കും.
വാസുകി, ഇനിയും എത്ര ദൂരം പോണം ഞാൻ? എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക. ദേവവനം എവിടെയാണ്? സഞ്ജീവനി സസ്യം എവിടെയാണുള്ളത്? ദയവ് ചെയ്ത് എനിക്ക് വഴി കാണിക്കൂ. അവിടെ ഏതോ ഒരു ചെടി തനിയെ നിൽക്കുന്നുണ്ടല്ലോ. ഓ, അപ്പൊ അത് തന്നെയായിരിക്കും സഞ്ജീവനി. തൃശൂർ, എനിക്ക് സഞ്ജീവനി കിട്ടിയിരിക്കുന്നു. ഇനി ഞാൻ നിന്നെ എന്തായാലും രക്ഷിച്ചിരിക്കും. നിന്റെ ജീവൻ ഒരാപത്തും വരാത്തതുപോലെ ഞാൻ നിന്നെ രക്ഷിക്കും തൃശൂർ. അയ്യോ തൃശൂർ, തൃശൂർ എന്താ ഇത്? ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിന്റെ ശരീരമൊക്കെ നീല നിറായിരിക്കുന്നല്ലോ. അപ്പോ നിന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷാംശം കൂടുതലായോ? ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? എന്താ ഇപ്പൊ ചെയ്യാ? ആ തൃശൂൽ, നിനക്ക് വേണ്ടി ഞാൻ ദേവവനത്തിൽ ചെന്ന് സഞ്ജീവനി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ നിന്നെ ഞാനത് കഴിപ്പിക്കും. പിന്നെ നിനക്കൊന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല തൃശൂൽ. ഇപ്പൊ വരാം. മഹാദേവ, തൃശൂലിനെ കാത്തോളണേ. ഏതാ തൃശൂൽ? കുടിക്ക്. അയ്യോ തൃശൂൽ, നിന്റെ ശരീരമൊക്കെ നീല നിറായിരിക്കുന്നല്ലോ. അപ്പോ സഞ്ജീവനി കുടിക്കാൻ കൊടുത്തിട്ടും തൃശൂലിന്റെ ദേഹത്തുള്ള വിഷത്തിന്റെ അളവ് കുറയുന്നില്ലെന്നാണോ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മഹാദേവ, തൃശൂൽ, തൃശൂൽ എന്താ പറ്റിയത്? തൃശൂൽ, തൃശൂൽ കണ്ണു തുറക്ക്. എന്നോടൊന്ന് സംസാരിക്ക തൃശൂൽ. എന്താ ഇത്? ഏതോ സർപ്പം കൊത്തിയതുപോലെ ഉണ്ടല്ലോ. ഏത് സർപ്പമായിരിക്കും അത്? അയ്യോ മഹാദേവ, തൃശൂൽ, എങ്ങനെയെങ്കിലും ഈ വിഷം പുറത്തെടുക്കണം. മഹാദേവ, തൃശൂൽ, നിന്റെ ദേഹത്തുണ്ടായിരുന്ന വിഷം ഞാൻ പുറത്തെടുത്തു. ഇനി നിനക്കൊന്നും സംഭവിക്കില്ല. സഞ്ജീവനി ഇനി നിന്റെ ശരീരത്തിൽ ഭരിക്കും. കുടിക്കേ. തൃശൂൽ, തൃശൂൽ, തൃശൂൽ കണ്ണു തുറക്ക്. ഇതെന്താ ഇത്? സഞ്ജീവനി കുടിച്ചിട്ടും തൃശൂലിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഫലിച്ചില്ലെന്നാണോ? പക്ഷേ സഞ്ജീവനി കുടിച്ചു കഴിഞ്ഞാൽ തൃശൂലിനെല്ലാം ശരിയാകുന്നല്ലേ വാസുകി പറഞ്ഞത്? പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചത്? തൃശൂൽ, നിനക്കൊന്നും സംഭവിക്കില്ല തൃശൂൽ. നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. ഞാൻ രക്ഷിക്കും തൃശൂൽ.
വാസുകി വാസുകി തൃശൂലിന് സഞ്ജീവനി കൊടുത്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവന് ബോധം തിരികെ കിട്ടുന്നില്ല. നീ പറഞ്ഞതനുസരിച്ചല്ലേ ഞാൻ ദേവവനത്തിൽ ചെന്ന് സഞ്ജീവനി കൊണ്ടുവന്നത്. അത് കുടിപ്പിച്ചിട്ടും അവന് മാറ്റമൊന്നുമില്ല. എന്താ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്? ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു. ദയവ് ചെയ്ത് എനിക്കൊരു ഉത്തരം തരൂ വാസുകി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് തൃശ്ശൂരിൽ നഷ്ടപ്പെടുന്നാണോ? ആ വീട്ടുകാർക്ക് അവരുടെ തലമുറയെ നഷ്ടപ്പെടുന്നാണോ? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ഞാൻ ആ വീട്ടിൽ പോയതിൽ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാണെന്ന് എന്റെ മേലെ അപവാദം പറയില്ലേ? ദയവ് ചെയ്ത് എനിക്കൊരു മറുപടി താ വാസുകി. സഞ്ജീവനി എന്തുകൊണ്ടാ ഫലം ചെയ്യാത്തത് പറയൂ. ശിവാനി, എന്നെ കൊണ്ട് പറ്റുന്ന സഹായമാണ് ഞാൻ നിനക്ക് ചെയ്തത്. മൃതസഞ്ജീവനി സാധാരണ മനുഷ്യർക്ക് മേൽ ഫലപ്രാപ്തി ഉണ്ടാക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. നാഗലോകത്തുള്ളവരുടെ മേൽ പ്രയോഗിച്ചപ്പോൾ ഫലം സിദ്ധിച്ചതാണ്. ഇപ്പോ തൃശൂലിന്റെ മേൽ പ്രയോഗിച്ചിട്ട് ഫലം കണ്ടില്ലെങ്കിൽ അതിനർത്ഥം അവനെ ഇനി രക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ്. നീ തന്നെ എന്നെ കൈവിട്ടാൽ എങ്ങനെയാ? തൃശൂലിന് ഒന്നും സംഭവിക്കരുത്. ഒന്നും സംഭവിക്കാൻ പാടില്ല. ശിവാനി, ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായയാണ്. ഇനി മഹാദേവന് മാത്രമേ തൃശൂലിനെ രക്ഷിക്കാൻ സാധിക്കൂ. ഇനി നിന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴിയും അത് മാത്രമാണ്. അദ്ദേഹം കനിഞ്ഞാൽ മാത്രമേ തൃശൂൽ രക്ഷപ്പെടുകയുള്ളൂ. വാസുകി, വാസുകി, മഹാദേവ, എന്താ ഇത് മഹാദേവ? എല്ലാം അങ്ങയുടെ കൺമുന്നിലല്ലേ നടക്കുന്നത്. എന്നിട്ടും അങ്ങിങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. എനിക്ക് തൃശ്ശൂലിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇല്ല, വിധി എങ്ങനെ തന്നെ ആയാലും അങ്ങനെ തന്നെ നടക്കട്ടെ. തൃശ്ശൂൽ, എന്നോട് ക്ഷമിക്കണം. തൃശ്ശൂൽ, എന്നോട് നീ ക്ഷമിക്കണം. തൃശ്ശൂൽ, എന്നെ കൊണ്ടാവുന്നത് പോലെ എല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി. എന്നിട്ടും നിനക്ക് ബോധം തിരിച്ചു കിട്ടിയില്ല. എന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല തൃശ്ശൂൽ, പറ്റിയില്ല. നിന്റെ ആയുസിനൊന്നും വരാതിരിക്കാൻ നോക്കി ഞാൻ ഈ ചരടും കെട്ടിയിട്ടുണ്ട്. ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസുകിയുടെ വാക്ക് കേട്ട് സഞ്ജീവനിയും കൊണ്ടുവന്ന് കുടിപ്പിച്ചു. എന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ തൃശൂൽ. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് പറ തൃശൂൽ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു തൃശൂൽ. നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുൻപ് നിനക്ക് ഈ വീട്ടിലുള്ള ആരെയും ഓർമ്മ വന്നില്ലേ? നിന്റെ അമ്മയുടെ മുഖം നീ ഓർത്തില്ലേ? അതെല്ലാം വിട്ടേക്ക്. ഞാൻ എപ്പോഴും നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവാറുണ്ടെന്ന് നീ എപ്പോഴും പറയാറില്ലേ? എന്നിട്ട് എന്നെ പോലെ നീ ഓർത്തില്ലല്ലോ തൃശൂൽ. എന്നെ നിനക്ക് ഓർമ്മ വന്നില്ലേ തൃശൂൽ?
പറ തൃശൂൽ. നിന്റെ ശല്യം സഹിക്കാൻ എനിക്ക് ഇനിയും വയ്യ. ഇല്ല, എന്റെ ജീവിതത്തിൽ ഇനി നീ ഉണ്ടാകാൻ പാടില്ല. എന്റെ ജീവിതത്തിലെ കരടാണ് നീ. ആ കരട് ഞാൻ തന്നെ എടുത്തു കളയാം. നീ മരിക്കണം. പോയി ചാവടാ. എന്തിനാ ശിവാനി, എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? എന്നൊന്നും ചെയ്യരുത്. തൃശൂൽ, നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് ഞങ്ങൾ എല്ലാരും എത്ര വേദനിച്ചു എന്നറിയോ? എല്ലാരും വല്ലാത്തൊരവസ്ഥയിലായി പോയി. നീയാണെങ്കി ഒരു കത്ത് എഴുതി വെച്ചിട്ട് അങ്ങ് പോയി. എന്നാൽ അത് വായിച്ചപ്പോ എനിക്കുണ്ടായ സങ്കടം എത്രയെന്നറിയോ? എന്നിട്ടും നിനക്ക് ആ വേദന ഇതുവരെ മനസ്സിലായില്ല അല്ലേ? നീ ചെയ്തു വെച്ചത് കണ്ടിട്ട് എനിക്ക് എത്ര ദേഷ്യം വന്നെന്നറിയോ? മുഖത്ത് 4 അടി വെച്ച് തരാനാ തോന്നിയത്. എന്ത് അഹങ്കാരം നിനക്ക്, എന്ത് അഹങ്കാരം അല്ലേ?